Start ചെയ്യാമല്ലേ? Okay. In our last class, we are discussing about the portion why or why. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? Why or why എന്നുള്ള പോർഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കുറെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അതിന്റെ റീസൺ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കിനി എന്താണ് അതിൽ ലാസ്റ്റ് ഒന്നുകൂടെ ബാക്കിയുണ്ടല്ലേ? അത് മുഴുവൻ ജസ്റ്റ് നമുക്കൊന്ന് പറയാം. എന്നിട്ട് നമുക്ക് ആ സ്പോർട്സ് ക്വിസ് കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ ഈ semester 1 തീരും. Okay. Listen. Why or why? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ പറഞ്ഞു അല്ലേ? Why do we see a rainbow? എന്തുകൊണ്ടാണ് നമ്മൾ ഒരു റെയിൻബോ കാണുന്നത്? We see a rainbow just after it has stopped raining and the sun is shining. The sun shines into the raindrops, which break up the light into a band of 7 colors. This is called a rainbow. എന്താണ് ഒരു റെയിൻബോ കാണുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു അല്ലേ? അപ്പൊ എന്താണ് we see a rainbow just after raining, മഴ പെയ്ത ശേഷം അല്ലേ? And the sun is shining, മഴ പെയ്തിട്ട് വീണ്ടും സൂര്യൻ തെളിഞ്ഞു വരുന്ന സമയത്താണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? We can see rainbow. നമുക്ക് അപ്പോഴാണ് റെയിൻബോ കാണാൻ പറ്റുന്നത്. അപ്പൊ എന്താണ് sunlight shines into the raindrops. എന്താണ് സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നുണ്ട്? മഴത്തുള്ളികൾ തട്ടിയിട്ട് തിളങ്ങുന്നുണ്ട് അല്ലേ? Sun shines into the raindrops. സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളത്തിൽ തട്ടിയിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട് അല്ലേ? Which breaks up the light into a band of 7 colors. അപ്പോഴുണ്ടാകുന്ന ഈ സൂര്യപ്രകാശം എന്താണ് 7 കളറുകളായിട്ട് മാറുന്നു അല്ലേ? മഴ പെയ്ത് പോയി കഴിഞ്ഞ് സൂര്യൻ തെളിഞ്ഞു വരുന്ന സമയത്ത് എന്തുണ്ടാവും? നല്ല പ്രകാശം ഉണ്ടാവും അല്ലെ? സൂര്യൻ നന്നായി ഷൈൻ ചെയ്തിട്ടാണ് വരിക അല്ലെ? നല്ല ഷൈനിങ് ആണ് മഴ കഴിഞ്ഞിട്ട് വരുന്ന സൂര്യന് ഉണ്ടാവുക. അപ്പൊ ഈ സൂര്യന്റെ ലൈറ്റ് എന്ത് ചെയ്യും? റെയിൻ ഡ്രോപ്സിൽ തട്ടിയിട്ട് 7 കളേഴ്സ് ആയിട്ട് മാറും. അങ്ങനെയാണ് നമുക്ക് റെയിൻബോ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ റെയിൻബോയുടെ 7 കളേഴ്സ് അവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എഴുതിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു അല്ലേ? 7 കളേഴ്സ് ഓഫ് റെയിൻബോ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? അപ്പൊ കളേഴ്സ് ഓഫ് റെയിൻബോനെ എന്താണ്? വിബ്ജിയോർ എന്നാണ് പൊതുവെ പറയാ അല്ലെ? വിബ്ജിയോർ എന്നാണ് റെയിൻബോ കളേഴ്സിനെ അറിയാം. VIBJGYOR അല്ലെ? വിബ്ജിയോർ. ഏതൊക്കെയാണ് കളർ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വിബ്ജിയോർ. ഓക്കെ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് കൂട്ടിയിട്ടാണ് വിബ്ജിയോർ എന്ന് പറയുന്നത്. റെയിൻബോ കളേഴ്സ് വിബ്ജിയോർ എന്ന് പഠിച്ചാൽ നമുക്ക് ഓർഡറിൽ തന്നെ റെയിൻബോ കളേഴ്സ് പറയാൻ വേണ്ടി പറ്റും. Then, why do we see the flash of lightning before we hear the thunder? Why do we see the flash of lightning before we hear thunder? ഇടി കേൾക്കുന്നതിന് മുമ്പേ അല്ലെ? ഇടി വരുന്നതിന് മുമ്പേ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് അല്ലെ, മിന്നല് കാണുന്നത് എന്നാണ്. മിന്നല് വന്ന് കുറച്ച് താമസിച്ചിട്ടാണ് പുറകെ തണ്ടർ വരിക അല്ലെ? ഇടി വരിക. അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. Both lightning and thunder occur at the same time. എന്താണ്? ഇടിയും മിന്നലും ഒരു സമയത്ത് തന്നെയാണ് വരുന്നത് അല്ലെ? പക്ഷേ since light travels faster than sound, ശബ്ദം സഞ്ചരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ എന്ത് സഞ്ചരിക്കും? ലൈറ്റ് വരും അല്ലേ? ഇടിയും ലൈറ്റും മിന്നലും ഒന്നിച്ച് തന്നെയാണ് ആകാശത്ത് നിന്ന് വരുന്നത്. പക്ഷെ എന്താണ്? ശബ്ദം വരുന്നതിനേക്കാൾ വേഗത്തിൽ എന്താണ് വരിക? ലൈറ്റ് ആണ് വരിക. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ എന്ത് കാണുന്നത്? ഫ്ലാഷ് ലൈറ്റ് കണ്ട ശേഷം ഇടി കാണുന്നത്. മനസ്സിലായോ? ഇടിയും മിന്നലും ഒരു സമയത്ത് തന്നെയാണ് വരിക. പക്ഷെ ശബ്ദം ഭൂമിയിൽ എത്തുന്നതിന് മുമ്പേ തന്നെ ഏറ്റവും വേഗത്തിൽ എന്ത് വരും? മിന്നൽ വരും അല്ലെ? ലൈറ്റ് വരും. അതുകൊണ്ടാണ് ലൈറ്റ് വന്നതിന് ശേഷം മാത്രം തണ്ടർ ഉണ്ടാകുന്നത്. Then, why do migratory birds fly in a V formation? മൈഗ്രേറ്ററി ബേർഡ്സ് അല്ലേ? എപ്പോഴും പറന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനാണ് മൈഗ്രേഷൻ എന്ന് പറയാ അല്ലെ? അപ്പൊ ഈ മൈഗ്രേറ്ററി ബേർഡ്സ് എന്താണ്? ഫ്ലൈ ഇൻ എ വി ഫോർമേഷൻ. എപ്പോഴും ഒരു വി ഷേപ്പിലാണ് ആര് പോവാറ്? മൈഗ്രേറ്ററി ബേർഡ്സ് പോവാറ്. അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചത്. മൈഗ്രേറ്ററി ബേർഡ്സ് ട്രാവൽ ലോങ് ഡിസ്റ്റൻസ്. മൈഗ്രേറ്ററി ബേർഡ്സ് എന്താണെന്ന് പറഞ്ഞല്ലേ? ഒരു സ്ഥലത്തും അവര് സ്ഥിരമായിട്ട് നിൽക്കാറില്ല. അതായത് ട്രാവൽ ഇൻ ലോങ് ഡിസ്റ്റൻസ്, ഒരുപാട് ദൂരേക്ക് അവര് എപ്പോഴും പറന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. അപ്പോ മൈഗ്രേറ്ററി ബേർഡ്സ് ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. സയന്റിസ്റ്റ് സേ that by flying in a V they are able to reduce air resistance. കാറ്റിന്റെ വേഗം എന്താണ്? കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. വി ഷേപ്പിൽ പറക്കുകയാണെങ്കിൽ പറക്കുമ്പോൾ ഉണ്ടാകുന്ന എയർ റെസിസ്റ്റൻസിനെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും?
റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, കുറക്കാൻ വേണ്ടി പറ്റും അല്ലെ. ദിസ് ഹെൽപ് ദ ബേർഡ് ടു കൺസേർവ് എനർജി. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ബേർഡ്സിന് അവരുടെ എനർജി കൺസേർവ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. എനർജി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എനർജിയെ കൺസ്യൂം ചെയ്യുന്നത് കുറക്കാൻ വേണ്ടി പറ്റും അല്ലെ. കൂടുതൽ എനർജി ചെലവാകുന്നതിൽ നിന്ന് കുറച്ച് വരാൻ വേണ്ടി പറ്റും. അബ്ദുൾ ബാസിദ്, മുഹമ്മദ് ഷമീൽ രണ്ടുപേരും വീഡിയോ ഓൺ ചെയ്യണേ. മുഹമ്മദ് നിഹാൽ, സെറ എല്ലാ ദിവസവും ഇത് തന്നെ പറയാനാക്കണ്ട. വീഡിയോ ഓഫ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. നിങ്ങൾ എന്തിനാണ് പിന്നെയും ആവശ്യമില്ലാതെ ചെയ്യുന്നത്? ഓഫ് ചെയ്യരുത്. ക്ലാസ്സിന്റെ സമയത്ത് വീഡിയോ ഓഫ്. ദെൻ നമ്മൾ പറഞ്ഞു അല്ലെ, വൈ ഡു മൈഗ്രേറ്ററി ബേർഡ്സ് ഫ്ലൈ ഇൻ വി ഫോർമേഷൻ? എന്തുകൊണ്ടാണ് മൈഗ്രേറ്ററി ബേർഡ്സ് വി ഫോർമേഷനിൽ പോകുന്നത്? അവർക്ക് ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർക്ക് എയർ റെസിസ്റ്റൻസ് അല്ലെ, കാറ്റിന്റെ വരവ് കുറക്കണം. അതിനുവേണ്ടി അവർക്ക് എന്ത് ചെയ്യാം? വി ഷേപ്പിൽ പോവുകയാണെങ്കിൽ എയർ റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവർക്ക് അവരുടെ എനർജി കൺസേർവ് ചെയ്യാൻ വേണ്ടി പറ്റും, എനർജി സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് വി ഷേപ്പിൽ അവർ പറക്കുന്നത്. വൈ ഡസ് ദ സ്കൈ അപ്പിയർ ബ്ലൂ? സ്കൈ എന്തുകൊണ്ടാണ് എപ്പോഴും ബ്ലൂ കളറിൽ കാണുന്നത് അല്ലെ? നമുക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ സ്കൈ മിക്കവാറും എന്താണ്? ബ്ലൂ കളറിലാണ് ഉണ്ടാവുക അല്ലെ. ലൈറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 7 കളേഴ്സ്. ലൈറ്റ് എന്താണ്? 7 കളർ കൊണ്ടാണ് ലൈറ്റ് ഉള്ളത് അല്ലെ. 7 കളേഴ്സ് ഉണ്ട് ഓരോ പ്രകാശത്തിലും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ത്രോ അവർ ഐസ് കനോട്ട് സീ ദ ഇൻഡിവിജ്വൽ കളേഴ്സ് അല്ലെ. ലൈറ്റിൽ എന്തുണ്ട്? 7 കളേഴ്സ് അടങ്ങിയിട്ടുണ്ട് അല്ലെ. നമുക്ക് ചില സമയത്ത് ലൈറ്റ് എവിടുന്നെങ്കിലും വരുന്ന ലൈറ്റ് നോക്കിയാൽ എന്ത് കാണാൻ വേണ്ടി പറ്റും? മഴവില്ലൊക്കെ തെളിയുന്ന പോലെ ചിലപ്പോൾ നമ്മൾ ലൈറ്റിൽ കാണാറുണ്ട് അല്ലെ. അപ്പോ ഈ ലൈറ്റിലുള്ളത് 7 കളേഴ്സ് ലൈറ്റിലുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഓരോ കളറും വേറെ വേറെ കാണാൻ വേണ്ടി പറ്റില്ല. ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു കളറാണ് അല്ലെ. അപ്പൊ ഈ ലൈറ്റ് നമുക്ക് ഡിഫറെന്റ് കളറിൽ കാണാൻ വേണ്ടി നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ലൈറ്റിൽ എന്തുണ്ട്? 7 കളറ് ഇൻക്ലൂഡഡ് ആണ്. ഓരോ ലൈറ്റിലും 7 കളേഴ്സ് അടങ്ങിയിട്ടുണ്ട്. When sunlight hits the atmosphere of the air, blue breaks off from the other colors and it is scattered in the air. Separated like this, it becomes visible. That's why the sky appear blue. എന്താണ്? ലൈറ്റില് 7 കളേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് 7 കളേഴ്സും സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട്. മുഹമ്മദ് ഷംവി വരുമ്പോ അത് നമ്മുടെ എയറിൽ മുഴുവൻ സ്പ്രെഡ് ആവും. അങ്ങനെയാണ് എന്ത് കാണാൻ പറ്റുന്നത്? ആകാശം നീല നിറമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. മനസ്സിലായോ? 7 കളേഴ്സ് ലൈറ്റിലുണ്ട്. അപ്പൊ ഈ സൂര്യപ്രകാശത്തിന്റെ അതെന്താണ്? ലൈറ്റ് ആണല്ലേ, സൺലൈറ്റ് ആണല്ലേ. സൺലൈറ്റ് വരുന്ന സമയത്ത് സൺലൈറ്റ് ഭൂമിയിൽ തട്ടുമ്പോ അല്ലെ, ഭൂമിയിൽ പതിക്കുമ്പോ എന്താവും? അതിലുള്ള ബാക്കി കളേഴ്സിൽ നിന്ന് ബ്ലൂ കളർ മാത്രം സെപ്പറേറ്റ് ആയിട്ട് വരും. അത് നമ്മുടെ എയറിൽ മുഴുവൻ സ്പ്രെഡ് ആവും. ആൻഡ് അത് മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബ്ലൂ കളർ മാത്രം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ആകാശം നീല കളറായിട്ട് നമുക്ക് തോന്നുന്നത്. ക്ലിയർ? മനസ്സിലായോ? നന്നായിട്ട് ഒന്ന് വായിച്ചു നോക്കണേ. ഇനി അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? നമുക്കൊരു സ്പോർട്സ് ക്വിസും കൂടി ഉണ്ട്. അതുകൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മുടെ സെക്കൻഡ് സെമിസ്റ്റർ എടുക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് പെട്ടെന്നൊന്ന് നോക്കാം അല്ലെ. സിമ്പിൾ ആണ്. സ്പോർട്സിന്റെ നെയിം എഴുതിയിട്ട് ആ ക്വിസ് അല്ലെങ്കിൽ ആ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ഒന്ന് നോക്കണേ. Read the clues and fill in the names of the sports. ഈ ക്ലൂ വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്പോർട്സ് നെയിം ഇതിന്റെ അകത്ത് ഫിൽ ചെയ്യണം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ഫസ്റ്റ് വൺ നോക്കാം അല്ലെ. അക്രോസ് എന്താണ്? നേരെ ചെയ്യേണ്ടതാണ് അല്ലെ. അക്രോസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവന്റ്. എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ട്രാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബ്രാക്കറ്റിൽ എന്തുണ്ട്? റണ്ണിങ്. ആൻഡ് ഫീൽഡ് അതിന്റെ ബ്രാക്കറ്റിൽ എന്തുണ്ട്? ജമ്പിങ്, ത്രോയിങ് ഇവന്റ്സ് അല്ലെ. അതായത് ഇതിനൊരു ട്രാക്ക് വേണം. ഈ ഗെയിമിന് ഒരു ട്രാക്ക് വേണം റണ്ണിങ്ങിന് വേണ്ടിയിട്ട്. ആൻഡ് ഒരു ഫീൽഡ് വേണം അല്ലെ. ജമ്പിങ്, ത്രോയിങ്, അതായത് ജമ്പിങ്ങിനും ത്രോയിങ്ങും അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് സ്പോർട്സ് ഐറ്റം ആണ് ഇത്. ഇതിന് ഇങ്ങനത്തെ ഇവന്റ്സിന് ഒരു ട്രാക്ക് വേണം. അത് ഏത് ഇവന്റ് ആണ് എന്നാണ്. ഓക്കെ, ദേവാഞ്ജന ഏതാണ്? ഓക്കെ, അത്ലറ്റിക്സ്. ഓക്കെ, അത്ലറ്റിക്സ് ആണ് കേട്ടോ മോളെ ദേവാഞ്ജന. അത്ലറ്റിക്സ്.
അതിനെന്താണ് അത്ലറ്റിക്സ് ആണ് അല്ലേ? അത്ലറ്റിക്സ് എന്താണ്? റണ്ണിങ്ങും ജമ്പിങ്ങും ത്രോയിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇവന്റ്സ് ആണല്ലേ അത്. അപ്പൊ സ്പെല്ലിംഗ് നോക്കണം. എ നമ്മൾ എഴുതണം. എ ടി അവിടെ തന്നിട്ടുണ്ട് അല്ലേ? എ ടി എച്ച് എച്ച് ഇ എ ടി എച്ച് ഇ എൽ എൽ ടി ഐ സി അവിടെ ഉണ്ട്. എസ് നമ്മൾ എഴുതണം. എ ടി എച്ച് ഇ എൽ ടി ഐ സി എസ്. ഓക്കെ, അത്ലറ്റിക്സ്. എ ടി എച്ച് ഇ എൽ ടി ഐ സി എസ്. ക്ലിയർ? അത്ലറ്റിക്സ് എഴുതിയോ? എ ടി എച്ച് ഇ എൽ ടി ഐ സി എസ്. athletics. Okay, then second one എന്ന് വെച്ചാൽ fourth ആണ് അതിന്റെ നമ്പർ. fourth across ആണ്. 4 എന്നുള്ള കോളത്തിൽ നിന്ന് നേരെ across ആയിട്ട് നേരെ എഴുതേണ്ടതാണ് അത്. The Indian Premier League IPL is associated with it. IPL എന്താണ്? ഇതുമായിട്ട് associated ആണ്. എന്താണ്? ഓക്കെ, ആദിദേവ് പറയാൻ വേണ്ടി പോകുന്നുണ്ട്. ആദിദേവ്. Cricket. Okay, cricket. Okay, കേൾക്കാൻ പറ്റുന്നില്ലേ? അപ്പൊ എന്താണ്? ക്രിക്കറ്റ് ആണ് അതല്ലേ? ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഏതുമായിട്ട് അസോസിയേറ്റഡ് ആണ്? ക്രിക്കറ്റുമായിട്ട് അസോസിയേറ്റഡ് ആണ്. IPL അല്ലേ? IPL മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട്. IPL. ക്രിക്കറ്റ് അതായത് CRICKET. സി മാത്രം അവിടെ നടുക്ക് തന്നിട്ടുണ്ട് അല്ലേ? CRICKET. ക്രിക്കറ്റ്. CRICKET. ഓക്കെ, CRICKET. ക്രിക്കറ്റ്. Then sixth one എന്ന് വെച്ചാൽ അക്രോസിലെ മൂന്നാമത്തെ. sixth, eagle and birdie are terms associated with it. sixth-ല് across ആണ് പറയാൻ വേണ്ടി പോകുന്നത്. eagle and birdie are terms associated with it. eagle, birdie എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകൾ ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ഷെഫി? ഷെഫി പറയാൻ വേണ്ടി പോകുന്നുണ്ട്. Golf. Yeah, that is golf. 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 Eagle and birdie, both words are associated with golf. ഈ രണ്ട് വാക്കുകളും ഗോൾഫ് എന്ന ഗെയിമുമായി ബന്ധപ്പെട്ടതാണ്. Eagle and birdie are terms associated with it. ഈഗിളും ബേർഡിയും എന്താണ്? ഗോൾഫുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അതാണ്. ആഗ്നസ് എന്താണ് ആഗ്നസ്? Then seventh one എന്ന് വെച്ചാൽ അക്രോസിൽ fourth one. seventh ആണ് അതിന്റെ നമ്പർ. It is similar to football but played with hands. ഇതെന്താണ്? ഫുട്ബോൾ പോലെ ആണ്, പക്ഷെ ഇത് എങ്ങനെയാണ്? ഹാൻഡ് കൊണ്ടാണ് കളിക്കുന്നത് അല്ലേ? എന്താണ്? ഇറ്റ് ഇസ് വെരി സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ് അല്ലേ? എന്താണ് അൽന? Tennis ball. No. Okay, listen. എന്താണ് സൂര്യദേവ്? Handball. ഹാൻഡ്ബോൾ. ഓക്കെ, അൽന ഹാൻഡ്ബോൾ ആണ് കേട്ടോ മോളെ. അതായത് ഫുട്ബോൾ എന്താണ്? വിത്ത് പ്ലേയിങ് വിത്ത് ഫുട്ട് അല്ലേ? നമ്മൾ കാലുകൊണ്ട് കളിക്കും. അത് എന്താണ് പറയുന്നത്? ഇറ്റ് സിമിലർ ടു ഫുട്ബോൾ. ഇത് ഫുട്ബോൾ പോലെയാണ്, പക്ഷെ കളിക്കുന്നത് എന്താണ്? കൈ കൊണ്ടാണ് അല്ലേ? ഇറ്റ് ഇസ് വെരി ഈസി. ഹാൻഡ്ബോൾ എന്താണ്? രണ്ടിനും സെയിം മെത്തേഡും പ്ലേയിങ് സിസ്റ്റവും ഒക്കെയാണ് അല്ലേ? രണ്ടും ഒരുപോലെ തന്നെയാണല്ലേ? പക്ഷെ എന്താണ്? ഫുട്ബോൾ പ്ലേയിങ് വിത്ത് അവർ ഫുട്ട് ആൻഡ് ഹാൻഡ്ബോൾ പ്ലേയിങ് വിത്ത് അവർ ഹാൻഡ്. ഹാൻഡ് കൊണ്ട് കളിക്കുന്നതാണ് ഹാൻഡ്ബോൾ. Then Abhinav Bindra, 8th means across the last one. 8th, Abhinav Bindra and Gagan Narang are associated with it. Abhinav Bindra അല്ലേ? ഒരു കാലത്ത് എന്തായിരുന്നു? വളരെ ഫേമസ് ആണ് അല്ലേ? അദ്ദേഹം എന്താണ്? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമർ ആണല്ലേ? അദ്ദേഹം ഏത് ഫീൽഡിലാണ് എന്നാണ് ചോദിക്കുന്നത്. അഭിനവ് ബിന്ദ്രയും ഗഗൻ നരംഗും അല്ലേ? അവർ രണ്ടുപേരും ഏത് ഫീൽഡ് ആണ്? ഓക്കെ, ശ്രീദേവ്
പറയാൻ വേണ്ടി പോകുന്നുണ്ട്. ഓക്കെ, shooting, ഷൂട്ടിംഗ്, യാ റൈറ്റ്, ഷൂട്ടിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഫീൽഡ് അല്ലേ. ഷൂട്ടിങ്ങില് ഗോൾഡ് മെഡൽ ഒക്കെ വാങ്ങിയിട്ടുള്ള ആളാണല്ലേ അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്ര ഈസ് വെരി ഫേമസ് ഇൻ ഷൂട്ടിംഗ് അല്ലേ. അദ്ദേഹം ഷൂട്ടിംഗ് ആണ്. SHOOTING, ഷൂട്ടിംഗ്. SHOOTING, ഷൂട്ടിംഗ്. ഓക്കെ, ഓക്കെ. അപ്പൊ അക്രോസിൽ 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അക്രോസിൽ 5 എണ്ണം ഉണ്ട്, അത് 5 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് 1 അക്രോസ് അത്ലറ്റിക്സ്. ഒന്ന് നേരെ അത്ലറ്റിക്സ്. എബിൻ എഴുതുന്നുണ്ടോ മോനെ? എഴുതണേ, ലേറ്റ് ആയിട്ട് ആണല്ലേ, റേഞ്ച് പ്രോബ്ലം ഉണ്ടല്ലേ എബിൻ. ഓക്കെ, നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാ മതി. 1 across, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ട്രാക്ക് അല്ലെ, അതെന്ത് നമ്മൾ പറഞ്ഞു, അത്ലറ്റിക്സ് ആണ്. ആൻഡ് ഫോർത്ത് അല്ലെ, ദ ഇന്ത്യൻ പ്രീമിയർ ലീഗ്, IPL റിലേറ്റഡ് ടു ക്രിക്കറ്റ്. ആൻഡ് സിക്സ്ത് വൺ, ഈഗിൾ ആൻഡ് ബേർഡി ആർ ടേംസ് അസോസിയേറ്റഡ് വിത്ത് ഗോൾഫ്. ആൻഡ് സെവൻത്, ഇറ്റ് is സിമിലർ ടു ഫുട്ബോൾ ബട്ട് പ്ലേഡ് വിത്ത് ഹാൻഡ്സ്. ഇത് ഫുട്ബോൾ പോലെയാണ്, പക്ഷെ കളിക്കുന്നത് കൈകൾ കൊണ്ടാണ്. ആൻഡ് എയ്ത്ത്, അഭിനവ് ബിന്ദ്ര ആൻഡ് ഗഗൻ നരംഗ് ആർ അസോസിയേറ്റഡ് വിത്ത് ഷൂട്ടിംഗ്. അവർ രണ്ടുപേരും ഷൂട്ടിങ്ങിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഏത് ഷൂട്ടിംഗ് ആണ്? ഫിലിം ഷൂട്ടിംഗ് ആണോ? അല്ലല്ലോ, സിനിമ ഷൂട്ടിംഗ് അല്ല, സ്പോർട്സ് ഐറ്റം ഷൂട്ടിംഗ് ആണ്. മനസ്സിലായില്ലേ? ദെൻ ഡൗൺ, ദെൻ ഓപ്പോസിറ്റ് സൈഡിൽ എന്താണ്? ഡൗൺ അല്ലേ. ഇനി എന്താണ്? എല്ലാം താഴോട്ട് എഴുതേണ്ടതാണ് അല്ലേ, ഡൗൺ ഫില്ല് ചെയ്യേണ്ടതാണ്. അക്രോസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഡൗൺ, ഇറ്റ് വാസ് earlier called ping pong. സെക്കൻഡ് വേർഡ് ആണല്ലേ ഇത്. earlier called ping pong എന്ന് വെച്ചാൽ ആദ്യ കാലങ്ങളിൽ ഇത് പിങ് പോങ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നിഹാൽ, എന്താണ് നിഹാൽ? table tennis, ടേബിൾ ടെന്നീസ്. ഇതാണ് ടേബിൾ ടെന്നീസ് അല്ലേ, ടേബിൾ ടെന്നീസ്. ഇറ്റ് ഈസ് earlier called ping pong. ഇതിന്റെ തുടക്കകാലത്ത് ഇതിനെ പിങ് പോങ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ടേബിൾ ടെന്നീസ്, ടേബിൾ ടെന്നീസ്. Then 3 down, 3 down, 3 താഴോട്ട്. എന്താണ്? It is held in a velodrome. It is held in a velodrome. എന്താണ് അറിയാമോ ആർക്കെങ്കിലും? ഓക്കെ, ഫാത്തിമ മെഹ്ഫൂസ പറയാൻ വേണ്ടി പോകുന്നുണ്ട്. എന്താണ്? cycling, ഓക്കെ, റൈറ്റ്, സൈക്ലിംഗ് ആണ്. ഇറ്റ് ഈസ് ഹെൽഡ് ഇൻ എ വെലോഡ്രോം. സൈക്ലിംഗ്, CYCLING, സൈക്ലിംഗ്. CYCLING, സൈക്ലിംഗ്. ക്ലിയർ? എന്താണ് വെലോഡ്രോം എന്ന് വെച്ചാൽ? എന്താണ്? ഇറ്റ് ഈസ് ഹെൽഡ് ഇൻ എ വെലോഡ്രോം. വെലോഡ്രോം എന്താണ്? സൈക്ലിങ്ങിന് പോകുന്ന സൈക്കിളിന്റെ ട്രാക്കിനെയാണ് വെലോഡ്രോം എന്ന് പറയാ. ട്രാക്ക് ഉണ്ടല്ലോ, ഒരു ട്രാക്കിൽ കൂടിയാണല്ലോ സൈക്ലിംഗ് ചെയ്യാറ്. അപ്പൊ ആ ട്രാക്കിനെയാണ് വെലോഡ്രോം എന്ന് പറയാ. സൈക്ലിംഗ്. എന്താണ് ക്രിസ്റ്റി? ഒന്നുമില്ല. ഓക്കെ, ഓക്കെ. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ഹെൽഡ് ഇൻ എ വെലോഡ്രോം. ഓക്കെ, ഇറ്റ് ഈസ് ഹെൽഡ് ഇൻ എ വെലോഡ്രോം. ഇതൊരു വെലോഡ്രോമിലാണ് നടക്കാറ്. വെലോഡ്രോം എന്ന് വെച്ചാൽ സൈക്ലിങ്ങിന്റെ ട്രാക്കിനെയാണ് വെലോഡ്രോം എന്ന് പറയാം. ഫോർത്ത് വൺ, വിശ്വനാഥൻ ആനന്ദ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. വിശ്വനാഥൻ ആനന്ദ് ഈസ് ഫേമസ് സ്പോർട്സ് പേഴ്സൺ ആണ്. അദ്ദേഹം ഏത് സ്പോർട്സിലാണ്? ഓക്കെ, കൃപ. chess, Chess. Okay, right. Chess. വിശ്വനാഥൻ ആനന്ദ് ഈസ് ഫേമസ് ഫോർ ചെസ്. അദ്ദേഹം എന്താണ്? ചെസ്സിലാണ് ഫേമസ് ആയിട്ടുള്ളത്. CHESS, ചെസ്. CHESS. Okay. Chess. Vishwanathan Anand is famous for chess. And fifth, അതായത് down fifth number. Down fifth number. അതുകൂടെ കഴിഞ്ഞാൽ എന്താണ്? കഴിഞ്ഞു അല്ലേ? It is played on horseback. It is played on horseback. Okay. ക്രിസ്റ്റി സിൻഡോ പറയാൻ വേണ്ടി പോകുന്നുണ്ട്. ക്രിസ്റ്റി, എന്താണ്? polo, Polo. Okay. Polo. It is played on
ഹോഴ്സ് ബാക്ക് എന്താണ്? കുതിരപ്പുറത്താണ് ഇത് കളിക്കാറ് അല്ലേ? കുതിരയുടെ പുറത്ത് കയറിയിട്ടാണ് ഇത് കളിക്കാറ്. എന്താണത്? എന്താണ് സെറ? What happened? റേഞ്ച് പ്രോബ്ലം ആണോ സെറ? എന്താണ് മോളെ? ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല മോളെ. റേഞ്ചിന്റെ എന്തോ പ്രോബ്ലം ആണ്. ക്ലിയർ ആയി കേൾക്കാനേ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ഫസ്റ്റ് വൺ എന്താണ്? അക്രോസ് അല്ലെ, താഴോട്ടുള്ളത് എഴുതിയത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അത്ലറ്റിക്സ് ആൻഡ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL is associated with cricket and eagle and birdie are terms associated with golf and it is similar to football but played with the hands is called handball. Okay, then Abhinav Bindra and Gagan Narak are associated with shooting. Okay, they are associated with shooting. They are very famous in shooting. Abhinav Bindra and Gagan Narang. And down, then downward. Second one, it is earlier called ping pong. It is earlier called ping pong. തുടക്ക കാലത്ത്, ആദ്യ കാലത്ത് ഇതിനെ ping pong എന്നാണ് അറിയപ്പെട്ടിരുന്നത്. That is ടേബിൾ ടെന്നീസ് അല്ലെ. ടേബിൾ ടെന്നീസിന്റെ തുടക്കത്തിൽ അതിനെ പിങ് പോങ് എന്നാണ് പറഞ്ഞിരുന്നത്. Then it is held in a velodrome. It is held in a velodrome. ഇതൊരു വെലോഡ്രോമിലാണ് നടക്കുന്നത്. വെലോഡ്രോം എന്ന് വെച്ചാല് സൈക്ലിങ്ങിനുള്ള അതിന്റെ ട്രാക്കിനെയാണ് വെലോഡ്രോം എന്ന് പറയാം. അപ്പൊ വെലോഡ്രോമിൽ നടക്കുന്ന എന്താണ്? സൈക്ലിംഗ് ആണ്. Then വിശ്വനാഥൻ ആനന്ദ് is associated with എന്താണ്? ചെസ്. He is associated with chess. Okay, then it is played on horseback. It is a game. It is played on horseback. കുതിരപ്പുറത്താണ് ഇത് ഈ ഗെയിം പ്ലേ ചെയ്യാറ്. അതായത് കുതിരപ്പുറത്ത് നിന്നുള്ള ഒരു കളിയാണ്. അവിടെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഇസ് പോളോ. പോളോ ഈസ് പ്ലേഡ് ഓൺ ഹോഴ്സ്ബാക്ക്. ഓക്കെ, കുതിരപ്പുറത്താണ് പോളോ ചെയ്യാറ്. ക്ലിയർ? അപ്പൊ നമ്മുടെ ക്ലിയർ, എല്ലാം ക്ലിയർ അല്ലേ? ഏതെങ്കിലും കിട്ടാനുണ്ടോ? ഒന്നുമില്ലല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ ഫസ്റ്റ് സെം ഇവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ സെക്കൻഡ് സെം ആണ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ എന്താണ് അതായത് ഫോർത്തിന്റെ ഫസ്റ്റ് സെം കംപ്ലീറ്റ് ആയി. തേർഡിന് ഇനി കുറച്ചും കൂടെ ഉണ്ട് അല്ലെ. തേർഡിൻ്റെത് ഇതിനേക്കാൾ കുറച്ചുകൂടെ ഉണ്ട്. അപ്പൊ അവർക്ക് കുറച്ചൊരു 2-3 പോർഷൻസും കൂടെ തീരാനുണ്ട്. നിങ്ങളുടേത് ഇനി നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് എപ്പോ തോന്നുകയാണെങ്കിലും മിസ്സിനെ വിളിച്ച് ചോദിക്കാം. ഏതെങ്കിലും ഭാഗം ക്ലിയർ അല്ലാത്തതോ അല്ലെങ്കിൽ മനസ്സിലാകാത്തതോ ഇത് കഴിഞ്ഞു എന്ന് കരുതി എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, അവിടെ അടച്ചു വെക്കാൻ വേണ്ടി പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുകൂടെ ഒന്ന് വായിച്ചു നോക്കണം. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടല്ലേ. അപ്പൊ ഇതെന്ത് ചെയ്യാൻ പാടില്ല, കഴിഞ്ഞു എന്ന് കരുതി ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടി പാടില്ല. അപ്പൊ എന്താണ് വൈ ഓ വൈ, അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് വേണമെങ്കിൽ പെട്ടെന്ന് ഒന്നുകൂടെ പറയാം. സൂര്യദേവിന് എന്തോ ഉണ്ടല്ലേ. എന്താണ് സൂര്യദേവ്? എന്താണ് മോനെ? ഡൗൺ ഫോർത്ത്. വിശ്വനാഥൻ ആനന്ദ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അതാണോ മോനെ? ചെസ്. ചെസ്, ദാറ്റ് ഈസ് ചെസ്. CHESS, ചെസ്. ഓക്കെ, അപ്പൊ വിശ്വനാഥൻ ആനന്ദ് ചെസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ ആ വൈ ഓ വൈ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ ടൈം ഇതാ കഴിയാൻ പോവാണ്. വൈ ഡു വി സീ എ റെയിൻബോ? നമ്മൾ എന്തുകൊണ്ടാണ് റെയിൻബോ കാണുന്നത്? എന്താണ് ഫാത്തിമ മെഹ്ഫൂസ? Downward fifth one is polo. POLO, polo. POLO, polo. അപ്പൊ വൈ ഓ വൈയില് ഒന്നുകൂടെ നമുക്ക് പറയാം. വൈ ഡു വി സീ എ റെയിൻബോ? എന്തുകൊണ്ടാണ് നമ്മൾ ഒരു റെയിൻബോ കാണുന്നത്? വി സീ എ റെയിൻബോ ജസ്റ്റ് ആഫ്റ്റർ റെയിനിങ്. മഴ പെയ്തതിന് ശേഷമാണ് റെയിൻബോ കാണാറ്. എന്താണ് ഷംവീൽ? എന്താണ്? ഡൗണിലെ 3.
Down, third one. It is held in a well drawn. That is cycling. 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 Okay. എന്തുകൊണ്ടാണ് നമ്മൾ റെയിൻബോ കാണുന്നത് എന്നാണ് ചോദിച്ചത്. We see a rainbow just after raining. മഴ പെയ്തതിനു ശേഷമാണ് നമ്മൾ റെയിൻബോ കാണാറ്. അപ്പൊ ഉദിച്ചു വരുന്ന സൂര്യന്റെ ലൈറ്റ് എന്ത് ചെയ്യും? ഈ റെയിൻ ഡ്രോപ്പിൽ തട്ടി റിഫ്ലക്ട് ചെയ്യും അല്ലെ? അതിനെയാണ് റെയിൻബോ എന്ന് പറയുന്നത്. ഓക്കെ. Then why do we see the flash of lightning before we hear thunder? ഇടി വരുന്നതിന് മുമ്പേ തന്നെ ലൈറ്റനിങ് അല്ലേ? ഫ്ലാഷ് ലൈറ്റ് കാണുന്നത് എന്തുകൊണ്ട്? മിന്നൽ കാണുന്നത് എന്തുകൊണ്ട്? Both lightning and thunder occur at the same time. എന്താണ്? തണ്ടറും ഇടി മിന്നലും ഒരേ സമയത്ത് തന്നെയാണ് വരുന്നത്. പക്ഷെ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? തണ്ടറിനേക്കാൾ വേഗത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ശബ്ദത്തിനേക്കാൾ പെട്ടെന്ന് ലൈറ്റ് വരുന്നതുകൊണ്ടാണ് ആദ്യം ഫ്ലാഷ് ലൈറ്റ് ഭൂമിയിൽ എത്തുന്നത്, അത് കഴിഞ്ഞ് തണ്ടർ വരുന്നതും. ആക്ച്വലി രണ്ടും സെയിം ടൈമിൽ തന്നെയാണ് പുറപ്പെടുന്നത്. ഓക്കെ. Then why do migratory birds fly in a V formation? Why the migratory birds fly in a V formation? That means migratory birds travel long distance. Migratory birds എന്ത് ചെയ്യണം? ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. Scientists say that by flying in a V, they are able to reduce air resistance. അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വി ഷേപ്പിൽ പറക്കുമ്പോൾ എയർ റെസിസ്റ്റൻസിനെ, കാറ്റിന്റെ വരവിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, കുറക്കാൻ വേണ്ടി പറ്റും. Then this helps the birds to conserve energy. ഇത് പക്ഷികളെ അവരുടെ എനർജി കൺസർവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, അവരുടെ എനർജി സേവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. Then why does the sky appear blue? എന്തുകൊണ്ടാണ് ആകാശം നീല കളറിൽ കാണുന്നത്? ലൈറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 7 കളേഴ്സ്. ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? 7 കളറുകൾ കൊണ്ടാണ് ഉള്ളത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഇൻഡിവിജ്വൽ കളേഴ്സിനെ കാണാൻ വേണ്ടി പറ്റില്ല അല്ലെ? സെപ്പറേറ്റ് കളർ ആയിട്ട് നമുക്ക് അതിനെ കാണാൻ വേണ്ടി. ലൈറ്റ് നമ്മൾ കാണുമ്പോൾ പച്ച, നീല, ചുവപ്പ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആണോ കാണുന്നത്? അല്ലല്ലോ. ലൈറ്റിന് ഒറ്റൊരു കളറാണ് നമ്മൾ കാണുമ്പോൾ. പക്ഷെ അതിൽ എന്തുണ്ട്? 7 കളേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോ when sunlight hits the atmosphere of the earth, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ അതെന്ത് ചെയ്യും? കളറ് അതിൽ നിന്ന് ബ്ലൂ കളർ മാത്രം ബ്രേക്ക് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണും. നീല കളർ മാത്രം എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആവും. അത് എന്ത് ചെയ്യും? become visible. അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോ that is why the sky appear blue. അതുകൊണ്ടാണ് ആകാശം നമുക്ക് നീല കളറിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അതായത് ലൈറ്റിൽ 7 നിറങ്ങളുണ്ട്. അപ്പൊ ഈ സൂര്യപ്രകാശം ഭൂമിയിൽ തട്ടുന്ന സമയത്ത് അതിൽ നിന്ന് എല്ലാ കളറിൽ നിന്നും ബ്ലൂ കളർ മാത്രം സെപ്പറേറ്റ് ആയിട്ട് അത് നമുക്ക് വിസിബിൾ ആവും, അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോഴാണ് ആകാശം നീല കളറാണ് എന്ന് നമുക്ക് തോന്നുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പോ ഈ ഫസ്റ്റ് സെമസ്റ്റർ ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫസ്റ്റ് സെം മുഴുവൻ നിങ്ങളൊന്ന് നോക്കണം, എല്ലാ പോർഷൻസും. അതിൽ ഏതിലെങ്കിലും എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആകാത്തതായിട്ടോ ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ചാൽ മതി. ഓക്കെ. ഏതെങ്കിലും ഒരു ഭാഗമെങ്കിൽ സുമാ മിസ്സേ നെറ്റ് ഉണ്ടോ? എനിക്കില്ല.